ഈ കുഞ്ഞ് ജനിച്ച് വീണപ്പോൾ കുഞ്ഞ് ആദ്യം വാ തുറന്ന് കരയല്ല ചെയ്തത്, ഒരു സംസ്കൃതം വാചകം പറയും. പെറ്റ വീണ കുഞ്ഞ്. അവർ വൈനെല്ലാം സെർവ് ചെയ്യുന്നുണ്ട്, വിസ്കി വൈൻ. ഞാനിതൊന്നും കുടിക്കാത്തതുകൊണ്ട് വെള്ളത്തിൽ ഒതുങ്ങി. ടെറർ അറ്റാക്ക്, തീ വരുന്നു, ഓരോ സൈഡിൽ നിന്ന് ബോംബിൻ്റെ ശബ്ദം കേൾക്കുന്നു, വെടിയുടെ ശബ്ദം. ഇവർ ഇത്രയും പേര്, ഒരു 7-8 പേരുണ്ടായിരുന്നു തോന്നുന്നു. അവരെല്ലാവരും ഇതിൻ്റെ അകത്ത് ട്രാപ്റ്റാണ്. ഈ കുട്ടികളെ വോളണ്ടിയേഴ്സ്, പിന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫ്, അവരൊക്കെ ഒരു ഭാവം, എല്ലാവരും ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു എല്ലാവരും. പക്ഷെ എന്ത് പറ്റിയെന്ന് അപ്പോഴാണ് ടക്കെന്ന് ഒരാൾ കയറി അകത്തേക്ക് വരും. നമസ്കാരം. ഭൂട്ടാനിലെ ഏറ്റവും വലിയ കലാസാഹിത്യോത്സവമാണ് ഭൂട്ടാൻ എക്കോസ് ഡ്രുക്യൂൾസ് ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഫെസ്റ്റിവൽ. ഓഗസ്റ്റ് 1 മുതൽ 3 വരെയാണ് ഈ കലാസാഹിത്യോത്സവം നടന്നത്. അശ്വതി തിരുനാൾ തമ്പുരാട്ടി ആ കലാസാഹിത്യോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. ഡ്രുക്യൂൾ എന്നത് ഭൂട്ടാൻ്റെ പ്രാദേശിക നാമമാണ്. അതായത് നമ്മൾ ഭൂട്ടാൻ എന്ന് പറയുമ്പോൾ തദ്ദേശവാസികൾ ഡ്രുക്യൂൾ എന്നാണ് അവരുടെ രാജ്യത്തെ കുറിച്ച് പറയാറ്. ഡ്രുക്ക് എന്ന് പറഞ്ഞാൽ തണ്ടർ ഡ്രാഗൺ, യൂൾ എന്ന് പറഞ്ഞാൽ സ്ഥലം. അപ്പോൾ ഡ്രുക്യൂൾ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് ദ തണ്ടർ ഡ്രാഗൺ. അവരുടെ രാജാവ് അറിയപ്പെടുന്നത് തന്നെ ഡ്രുക്ക് ഗ്യാൽപോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദ ഡ്രാഗൺ കിങ് എന്നാണ്. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലുള്ള ഈ രാജ്യം, ഈ അതിസുന്ദരമായ രാജ്യം ഇപ്പോഴൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മോണാർക്കിയാണ്. എന്ന് വെച്ചാൽ രാഷ്ട്രത്തലവൻ, അതായത് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജാവും, അതേസമയം ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയുമാണ്. അപ്പോൾ നമുക്ക് തമ്പുരാട്ടിയുടെ ഭൂട്ടാൻ വിശേഷങ്ങളിലേക്ക് കിടക്കാം. തമ്പുരാട്ടി നമസ്കാരം. നമസ്കാരം. ഈ കലാസാഹിത്യോത്സവത്തിലേക്ക് തമ്പുരാട്ടി ആരാണ് ക്ഷണിച്ചത്? എങ്ങനെയാണ് തമ്പുരാട്ടി ഇതിൽ ഭാഗമായത്? എനിക്ക് ക്ഷണം വന്നത് ഭൂട്ടാനിൽ നിന്ന് തന്നെയാണ്. ഈ ഭൂട്ടാൻ എക്കോസിൻ്റെ വലിയ പേര് പറഞ്ഞല്ലോ, അവരെയാണ്. പക്ഷേ അത് ക്വീൻ മദർ ആണ് അതിൻ്റെ പേട്രൺ. they invited me on behalf of the Queen Mother. അങ്ങനെയാണ് ഇൻവിറ്റേഷൻ. പക്ഷേ അതേസമയം അതുമായിട്ട് ലിങ്ക് ചെയ്തോ അല്ലെങ്കിൽ കണക്ട് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ബാംഗ്ലൂരിൽ, ഒരു വളരെ എക്സെപ്ഷണലി ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സൺ, സരിത ഹെഗ്ഡെ റോയ്. അപ്പോൾ അവർ മുഖാന്തരമാണ് ഈ കണക്ഷനൊക്കെ വന്നതും. അവരായിരുന്നു ദ ലിങ്ക്. ഇൻഫാക്റ്റ് അവരൊരു റിമാർക്കബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായി, ഷീ ഹാഡ് ടു. പക്ഷേ ഈ ടെറർ അറ്റാക്ക്, ബോംബെയിൽ ടെറർ അറ്റാക്ക് വന്നപ്പോൾ ഇവർ ടാജിലെ ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു. ഇവരും കൂടെ കുറേ പേര് ഇവിടെ താജ് ബോംബെ കടലിൻ്റെ അടുക്കൽ അറ്റാക്ക് നടന്ന ഹോട്ടലിൽ. അപ്പോൾ ഇവർ ഒരുമിച്ച് അവിടെ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആ റെസ്റ്റോറൻറ്റ് സീ ലൗഞ്ച്. ഈ സീ ലൗഞ്ചിന് എന്തോന്നോ പണ്ട് കുറച്ചു കാലം മുമ്പേ കണ്ണാടിയിൽ എന്തോന്നോ പ്രശ്നം വന്ന് പൊട്ടിയത്. അപ്പോൾ മാനേജ്മെൻറ്റ് അതിനെ ടഫൻ ചെയ്തു, അൺബ്രേക്കബിൾ ഗ്ലാസ് ആക്കി ടഫൻ ചെയ്തു. ഇവർ ഇവിടെ വന്നപ്പോൾ ടെറർ അറ്റാക്ക്, തീ വരുന്നു, ഓരോ സൈഡിൽ നിന്ന് ബോംബിൻ്റെ ശബ്ദം കേൾക്കുന്നു, വെടിയുടെ ശബ്ദം. ഇവർ ഇത്രയും പേര്, ഒരു 7-8 പേരുണ്ടായിരുന്നു തോന്നുന്നു. അവരെല്ലാവരും ഇതിൻ്റെ അകത്ത് ട്രാപ്റ്റാണ്. ഇതിൻ്റെ അകത്ത് വെളിയിലിറങ്ങിയ എന്ത് പറ്റുന്നു എന്നും അറിയാൻ വയ്യ. പക്ഷേ ഇവരെ വന്ന് കണ്ടുപിടിക്കുന്നുള്ള സംശയമൊന്നുമില്ല. അപ്പോൾ ഈ ഫയർ എഞ്ചിൻ കൊണ്ടുവന്ന് ഏണി പൊക്കി ജനലിൽ കൂടെ ജനൽ തുറക്കാൻ നിവൃത്തിയില്ല. അത് ടഫൻ ഗ്ലാസ് ആയിപ്പോയി. പിന്നെ വെളിയിൽ നിന്നാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഫയർ എഞ്ചിൻകാരെ അടിച്ച് പൊട്ടിച്ച്. അപ്പോൾ ഈ ഗ്ലാസ് എല്ലാം ഇവിടെ കിടക്കുന്ന ലെഡ്ജിൽ. വെളിയിൽ ഇറങ്ങണമെങ്കിൽ ലെഡ്ജിൽ നിന്നും ഈ ഏണിയും ലെഡ്ജും കൂടെ കണക്ട് ചെയ്യല്ല, ഇങ്ങനെ കാലെടുത്ത് വെക്കണം. മുകളിൽ നിന്നാണ്. ഇപ്പം ഇത്രയേ ഉള്ളെങ്കിലും കാലെടുത്ത് താഴോട്ട് നോക്കണമെങ്കിൽ തീർന്നു. അതിനേക്ക് ഇതിലെടുത്ത് വെച്ചാൽ അങ്ങനെയാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടത്. എല്ലാവരും രക്ഷപ്പെട്ടു അതിലുള്ളവർ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അവരായിരുന്നു തമ്പുരാട്ടിയുടെ പോയിന്റ് ഓഫ് കോൺടാക്ട്. എൻ്റെ എനിക്ക് വലിയൊരു സഹായമായിരുന്നു. ബിക്കോസ് ഞാൻ ഇവിടുന്ന് ഡൽഹിയിലേക്കും അവർ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്കും പോയി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു തിരിച്ച് ഡൽഹി വരുന്നവർ. പിന്നെ ഷീ വെന്റ് ടു മുംബൈ ആൻഡ് ഐ കെയിം. വലിയൊരു സഹായമായിരുന്നു. ഈ സാഹിത്യോത്സവത്തിൽ തമ്പുരാട്ടി കെലിയുമായിട്ടുള്ളൊരു കോൺവെർസേഷനിൽ
ഏർപ്പെടുകയും ഹിസ്റ്ററി ലിബറേറ്ററിനെ പറ്റിയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒടുവിൽ ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടിയെന്നും പലരും കണ്ണീരോടെയാണ്, അതായത് ഒരു വളരെ വികാരനിർഭരമായിട്ടാണ് ഇത് കേട്ടതെന്നൊക്കെ ഇങ്ങനെ കേട്ടു. അത് എത്രത്തോളം വസ്തുതയുണ്ടതിൽ? അതെ, കെല്ലി ഈ വളരെ മൾട്ടി ഫാസ്റ്റഡ് പേഴ്സണാലിറ്റിയാണ് ഭൂട്ടാനിൻ്റെ. അപ്പോൾ അദ്ദേഹം ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു കീ പോയിൻ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആണ് ഇൻ കോൺവെർസേഷൻ വിത്ത് ഹിമാണ്. അപ്പോൾ ഹിസ്റ്ററി ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു. ഹിസ്റ്ററി ലിബറേറ്റിനെ കുറിച്ചാണ് ഈവൻ അവരുടെ ഇതിൽ പറയുന്ന. അപ്പോൾ ഹിസ്റ്ററി ലിബറേറ്റിനെ കുറിച്ചാണ്. പക്ഷേ ഒടുക്കം വന്നപ്പോൾ ഹിസ്റ്ററി ലിബറേറ്റിനെ പറ്റി കാര്യമായിട്ട് കുറച്ചൊക്കെ പറഞ്ഞു, അതിന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അല്ലാതെ ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരുപാട്. ഹിസ്റ്ററിയെക്കുറിച്ചും റാണി ഗൗരി ലക്ഷ്മിബായി ഗൗരി ലക്ഷ്മിബായി പറ്റി അവരെടുത്ത് ചോദിച്ചു. അപ്പോൾ ഐ വാസ് ഏബിൾ ടു സേ ആദ്യമായിട്ട് ഫ്രീ ഹെൽത്ത് സർവീസസ് തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവന്ന് ഫ്രീ ഹെൽത്ത് സർവീസസ് തിരുമനസിൻ്റെ കാലത്തായിരുന്നു. അപ്പോൾ അതൊക്കെ പറയുന്നത് അങ്ങനെ ചരിത്രത്തിനെ പറ്റി അങ്ങനെ ആണ് ചോദിച്ചത്. പിന്നെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഈ ഭാഗങ്ങളൊക്കെ നല്ലോണം ഫെമിലിയർ ആയതുകൊണ്ട് എനിക്കതിലൊന്നും പ്രശ്നമില്ലായിരുന്നു പറയാനായിട്ട്. പിന്നെ ഒടുക്കം ഇത് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ. അപ്പോൾ ഇന്ത്യൻ അംബാസിഡർക്ക് മാത്രമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. എല്ലാ സെഷൻസിലും ക്വീൻ മദറുണ്ട്, എല്ലാ സെഷനിലും ഷീ ഈസ് പ്രസൻറ്റ്. അപ്പോൾ എൻ്റെ സെഷൻ മൂന്നാമത്തെ ദിവസം ആദ്യത്തെ സെഷൻ ഷീ ഈസ് സോ പങ്ക്ച്വൽ. ക്വീൻ മദർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാജാവിൻ്റെ അമ്മ, അതായത് ഫോർത്ത് കിങ്ങിൻ്റെ ഭാര്യ, ഫോർത്ത് കിങ്ങിൻ്റെ വൈഫ്. ഇപ്പോഴത്തെ വളരെ വളരെ ചാമിങ്, വെരി വളരെ ഒരു നല്ല സ്ത്രീ. അല്ല ശരിക്കും റോയൽറ്റിയിലെ എല്ലാ ഒരു ഗുണങ്ങൾ ഇംബൈബ് ചെയ്ത ഷീ ഈസ് എക്സെപ്ഷണൽ പേഴ്സൺ. അപ്പോൾ അവരുണ്ട്. ദ ഹാൾ ഇസ് എ ഫെയർലി ബിഗ് ഹാൾ. അപ്പോൾ അതിൽ ഒരുപാട് പേര് അല്ലാത്തവരുണ്ട്, കുറേ പേര് സ്റ്റുഡൻസ് ഉണ്ട്. വോളണ്ടിയേഴ്സ് ഒക്കെ സ്റ്റുഡൻസാണ്. 13, 14, 15 എന്ത് നല്ല കുട്ടികൾ, എന്ത് പൊളൈറ്റ്, എന്ത് ഫ്രണ്ട്ലി, സോ പൊളൈറ്റ്, സോ ഹമ്പിൾ. ഇത് കണ്ടുപിടിക്കണം. അത് മെയിൻലി ഭൂട്ടാൻ പീപ്പിളിന് ആ ഒരു ഇതുണ്ട്. ദേ ആർ വെരി റിഫൈൻഡ്, വെരി ഹമ്പിൾ, വെരി ഫ്രണ്ട്ലി, വെരി ഹെൽപ്ഫുൾ, വളരെ ചെറുപ്പം. ഇവരൊക്കെ കണ്ടാൽ ഒരിക്കലും അവരുടെ പ്രായം തോന്നുകയില്ല അങ്ങനെ. അപ്പോൾ എനിവേ, അപ്പോൾ ഒരു ഗുഡ് പെർസെൻറ്റേജ് ഓഫ് ദ ഒരു സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് മാത്രം, ഇന്ത്യൻ അംബാസിഡർ മാത്രമേ ഒരു ചോദ്യം ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചാൽ എപ്പോഴാണ് പോയട്രി എഴുതാൻ തുടങ്ങിയതെന്ന്. അദ്ദേഹം ഹിംസെൽഫ് ഈസ് എ ഫ്ലവറിങ് പോയറ്റ്. ഇപ്പോൾ ഒരു പോയം പ്രസൻറ്റ് ചെയ്തു അദ്ദേഹം, ഫസ്റ്റ് പോയം ഭൂട്ടാനിനെ പറ്റി. ഇന്ത്യൻ അംബാസിഡർ ടു ഭൂട്ടാൻ. ഇന്ത്യൻ അംബാസിഡർ ടു ഭൂട്ടാൻ. അപ്പോൾ അതൊന്നേ ഉള്ളൂ ചോദിച്ചുള്ളൂ. പിന്നെ ആരും ചോദ്യമൊന്നും ചോദിച്ചില്ല. അപ്പോൾ മിസ്റ്റർ കെല്ലി എൻ്റെ ചോദിച്ചു ഭൂട്ടാനിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന്. അതെനിക്ക് വളരെ, അദ്ദേഹം ചോദിച്ചില്ലെങ്കിൽ എനിക്ക് പറയണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ ദൈവാധീനം കൊണ്ട് ഇങ്ങനെ ഒരു ഓപ്പണിങ് വന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിലെ എത്രയോ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ ഇതാണ്. ഇപ്പോൾ ഞാൻ പോകുന്ന മിക്ക സ്ഥലത്തും ഞാൻ പറയുന്നൊരു മെസ്സേജാണ്, തിരിച്ചു വരിക, തിരിച്ചു വരിക, തിരിച്ചു വരിക. ഇവിടുന്ന് പോയാലും നമ്മുടെ നാട് വിട്ട് പോയാലും തിരിച്ചു വരിക. ഈ നാട്, ഈ മണ്ണ്, ഈ ജലം, ഈ വായു, ഈ സംസ്കാരം, all those, your legacy, your heritage, your traditions, your culture, this land, they all belong to you and you belong to them. നിങ്ങൾക്ക് ഇനി പോകണമെന്നുണ്ടെങ്കിൽ തന്നെ, ഇൻ കേസ് യു ഹാവ് ടു ഗോ, പോകണമെങ്കിൽ പോലും തിരിച്ചു വരിക, തിരിച്ചു വരിക, തിരിച്ചു വരിക. കം ബാക്ക്, കം ബാക്ക്, കം ബാക്ക്. ദിസ് വാസ് മൈ മെസ്സേജ്. അതിൻ്റെ ജിസ്റ്റ് തണ്ടറസ് അപ്ലോസ് ആയിരുന്നു, തണ്ടറസ് അപ്ലോസ്. എന്നിട്ട് ക്വീൻ മദർ ഉൾപ്പെടെ എല്ലാവരും എണീച്ച് നിന്ന് സ്റ്റാൻഡിങ് ഒവേഷൻ. അത് കഴിഞ്ഞിട്ട് വെളിയിൽ, അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വെളിയിറങ്ങിയപ്പോഴത്തേക്ക് ഒരു പൂനെയിലുള്ള ഒരു സീനിയർ ഡോക്ടർ കെയിം. ഹി കുഡ് നോട്ട് സ്പീക്ക്. അദ്ദേഹം കരയാണ്. ഹി സെഡ് ഐ എം സോ മൂവ്ഡ്. എൻ്റെ ഒരുപാട് പേര് പറഞ്ഞു, നിറകണ്ണോടുകൂടിയാണ് ഇത് അവസാനം. അത് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് ഭൂട്ടാനിൽ നിന്ന് യങ് പീപ്പിൾ എക്സോഡസ് ആണ് ഓസ്ട്രേലിയയിലേക്കും. അപ്പോൾ ഭൂട്ടാൻ ഈസ് ഫേസിങ് ഒരു വലിയൊരു പ്രശ്നമാണ്. ഒരുപാട് നമ്പേഴ്സ് ഭൂട്ടാൻ അത്ര വലിയൊരു പോപ്പുലേഷൻ ഇല്ല. അപ്പോൾ ഈ ഉള്ളവർ തന്നെ വെളിയിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനുവേണ്ടി ദാറ്റ് ഐ ഓൾസോ ന്യൂ ഇതിനെപ്പറ്റി. അത് മാത്രമല്ല, ഇത്രയും പോപ്പുലേഷൻ കുറവായതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. 3 കുട്ടികൾ
ഒരാൾക്കുണ്ടെങ്കിൽ മൂന്നാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സ്റ്റേറ്റിൽ നിന്ന് നേഷനിൽ നിന്നും 10,000 രൂപ എല്ലാ മാസവും കൊടുക്കും. ആൾ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട് ഒരു ഇൻസ്പയർ ചെയ്യാന്ന് വെച്ചാൽ കുട്ടികൾ കുറഞ്ഞു പോയെങ്കിൽ പിന്നെ വേറെ സെറ്റ്. അപ്പോൾ അതിനാണ് എനിക്കത് ഞാൻ അപ്പോഴൊക്കെ വിചാരിച്ചു ഇത്രയും ഒരു റെസ്പോൺസും ഇത്രയും ഒരു അപ്രീസിയേഷനും. ആൻഡ് 3 മിനിറ്റിനാണ് ഇതും അവർ പറഞ്ഞാണ്, എനിക്ക് അറിഞ്ഞുകൂടാ, മിസ്റ്റർ കെല്ലി പറഞ്ഞതാണ് 3 മിനിറ്റിന് നേഷൻ വൈഡ് ഇത് വൈറലായി ഇത് എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്, എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ എന്തായാലും പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം, കാരണവന്മാരുടെ അനുഗ്രഹം, അത്രേ പറയാനുള്ളൂ. തമ്പുരാട്ടി ഭൂട്ടാൻ പ്രധാനമന്ത്രിയോടൊപ്പവും അതുപോലെ അംബാസഡറോടൊപ്പവും നിൽക്കുന്ന ഫോട്ടോ കണ്ടു. തമ്പുരാട്ടി നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. എന്തായിരുന്നു അതിൻ്റെ പശ്ചാത്തലം? ആ പർട്ടിക്കുലർ ഫോട്ടോ എടുത്തത് ആദ്യത്തെ ദിവസം, ഞങ്ങൾ എത്തിയ ദിവസം ഇന്ത്യൻ അംബാസിഡർ ടു ഭൂട്ടാൻ അദ്ദേഹം ഞങ്ങളെല്ലാ ഡെലിഗേറ്റ്സിനെ എല്ലാവരെയും ഡിന്നറിന് വിളിച്ചു. പിറ്റേ ദിവസം സെക്കൻഡ് ഡേ വൈകിട്ട് പ്രൈം മിനിസ്റ്റർ ഡിന്നറാണ്. ഭൂട്ടാൻ പ്രൈം മിനിസ്റ്റർ ഡിന്നറാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഡെലിഗേറ്റ്സിനെ എല്ലാവരെയും വിളിച്ചു. അപ്പോൾ ഇതിലൊക്കെ ഈ എല്ലാത്തിലും ക്വീൻ മദറുണ്ട്. ക്വീൻ മദർ മാത്രമല്ല, ക്വീൻ മദറിൻ്റെ ഒരു ഗ്രാൻഡ് സൺ ഉണ്ട്. ചിലപ്പോൾ വേറൊരു പ്രിൻസസ് കാണും. വൺ ഓഫ് ദ പ്രിൻസസ് വേറെ റോയൽറ്റി കൂടെ ഉണ്ട് മിക്കവാറും ആരെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെ വിളിച്ചതാണ്. അതിൽ വേറൊരാൾ കൂടെ നിൽക്കുന്നത് ഭൂട്ടാനീസ് കോസ്റ്റ്യൂമിൽ നിൽക്കുന്നതാണ്. ഹീസ് എ ജനറൽ, ആർമി ജനറൽ. ഹീസ് ഭൂട്ടാനിലെ അംബാസിഡർ ടു ഇന്ത്യ. മറ്റത് പ്രൈം മിനിസ്റ്ററും ഭാര്യയും. ഭൂട്ടാൻ രാജാവിനെ കാണാൻ പറ്റിയോ? കണ്ടു. അത് ഈ പ്രൈം മിനിസ്റ്ററുടെ ഡിന്നറിന് അല്ല, അദ്ദേഹം വരുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ഈ കൾച്ചറൽ ഇവൻറ്റിന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വാസ് നോട്ട്, ആരും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഡിന്നറിന് എല്ലാവരും ഇരുന്നു. ആദ്യം ഒന്നും കഴിക്കാൻ തുടങ്ങിയില്ല. ഡിന്നറിന് ഇരുന്നു, വെള്ളമൊക്കെ ഒഴിച്ചു. അങ്ങനെ അവർ വൈനെല്ലാം സെർവ് ചെയ്യുന്നുണ്ട്, വിസ്കി വൈൻ. ഞാനിതൊന്നും കുടിക്കാത്തതുകൊണ്ട് വെള്ളത്തിൽ ഒതുങ്ങി. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും സംസാരിക്കണം, ഡെലിഗേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആരും ഷൗട്ടിങ്, സ്ക്രീമിങ് അങ്ങനെയൊന്നും ഉറച്ചുള്ള ശബ്ദമേ ഇല്ല. എല്ലാവരും സോഫ്റ്റ് ഇതാണ്. പെട്ടെന്നൊരു ഡെഡ് സൈലൻസ്, ഒരു പിന്നെ താഴെ വീണാൽ കേൾക്കാം, അത്ര ഒരു സൈലൻസ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെച്ചാൽ എന്ത് പറ്റിയെന്ന്, എന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ അതും ഒരു നമ്മൾക്ക് കാണാൻ വയ്യാത്തൊരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നു. വെച്ചാൽ അവിടെ നിൽക്കുന്ന ഇവരുണ്ടല്ലോ, ഈ കുട്ടികൾ, വോളണ്ടിയേഴ്സ്, പിന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫ്, അവരൊക്കെ ഒരു ഭാവം, എല്ലാവരും ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു എല്ലാവരും. പക്ഷേ എന്ത് പറ്റിയെന്ന് അപ്പോഴാണ് ടക്കെന്ന് ഒരാൾ കയറി അകത്തേക്ക് വരുന്നു. എല്ലാവരും എണീച്ചു. മിക്ക ഭൂട്ടാനീസ് തൊഴുകാറില്ലല്ലോ, അവരെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെയാണ് അവർ എണീച്ച് നിന്ന താഴോട്ടിങ്ങനെ ആണ് അവരെ. അങ്ങനെ ഭൂട്ടാനീസ് മിക്കവാറും എല്ലാവരും അങ്ങനെ ചെയ്തു, അല്ലാത്തവരും തൊഴുന്നുണ്ട്. അപ്പോൾ ഒരാൾ കയറി വന്നു. അപ്പം പ്രൈം മിനിസ്റ്റർ എൻ്റെ അടുക്കലായിരുന്നു. പ്രൈം മിനിസ്റ്റർ എന്നെ അബാൻഡൻ ചെയ്ത് ഓടി രാജാവിൻ്റെ അടുക്കലേക്ക്. അല്ല, നമുക്കറിഞ്ഞൂടല്ലോ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ഭാര്യയാണ് പറഞ്ഞത്, രാജാവ് വരുന്നു. ഞങ്ങളെല്ലാവരും ഒരു ടേബിളിലായിരുന്നു, പ്രൈം മിനിസ്റ്ററും ഭാര്യ ഞങ്ങളൊക്കെ ഒരു ടേബിളിലായിരുന്നു. അപ്പോൾ രാജാവ് വരികയാണ്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അദ്ദേഹം വരുന്ന പെട്ടെന്ന് സർപ്രൈസ് വിസിറ്റാണ്. പക്ഷെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അദ്ദേഹത്തിന് വേറെ എവിടെ പോകാനുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു യങ് മാൻ, കണ്ടാൽ നല്ല യോഗ്യനാണ്. അത് ഈ ക്വീൻ മദറിൻ്റെ മകനാണ്. ക്വീൻ മദറിൻ്റെ മകൻ. അതായത് ഈ ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ക്വീൻ മദറിൻ്റെ ഹോസ്റ്റ് ചെയ്യുന്നത് ഹോസ്റ്റ് ചെയ്യുന്ന ക്വീൻ മദറിൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹം വന്നു. ആദ്യം ക്വീൻ മദറിൻ്റെ മേശ വന്നിരുന്നു. പിന്നെ പല സ്ഥലങ്ങളിലും അദ്ദേഹം എല്ലാ മേശയിലും പോയി. ചില സ്ഥലത്ത് നിന്നുകൊണ്ട്, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എണീക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റൂല, നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹം നിന്ന്. പിന്നെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ പോയി. അപ്പോൾ അദ്ദേഹം 10 മിനിറ്റ് പോകും. അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് ഡിന്നർ സെർവ് ചെയ്യാൻ നോക്കൂ. അദ്ദേഹം 1 മണിക്കൂർ ഇരുന്നു. അപ്പോൾ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം കണ്ടു, ഗ്രീറ്റ് ചെയ്തു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡിന്നറൊക്കെ സെർവ് ചെയ്തതൊക്കെ. പക്ഷേ ദ റെസ്പെക്റ്റ് ഇസ് പാൽപ്പബിൾ. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഉള്ള ബഹുമാനം, ക്വീൻ മദറിൻ്റെ ഒക്കെ ബഹുമാനം, റോയൽ ഫാമിലിയിലൊക്കെ ഉള്ള ബഹുമാനം, അത് ത്രൂ ഔട്ട് പ്രൈം മിനിസ്റ്റർ തൊട്ട് വളരെ അങ്ങറ്റം കൊച്ചു കുട്ടികൾ, യങ് ചിൽഡ്രൻ
തൊട്ട് പ്രൈം മിനിസ്റ്റർ വരെ ആ ഒരു അവരൊക്കെ ഉള്ള സ്നേഹവും ആദരവും ഒരു റിയലി ഒരു അസാധ്യമായൊരു സംഭവം. തമ്പുരാട്ടി, ക്വീൻ മദർ ഹർ മാജസ്റ്റി ഗ്യാല്യം ആഷി ഡോർജി വാക്മോ വാങ്ചൂക്കുമായി തമ്പുരാട്ടിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു? പല പ്രാവശ്യവും. വളരെ ഫ്രണ്ട്ലിയാണ്. എല്ലാവരെയും കൈകുലുക്കും, പലരും അറിയാമെന്നുള്ളവരൊക്കെ കെട്ടിപ്പിടിക്കും. അങ്ങനെ വളരെ വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരെയും. ഷീ മേക്സ് ഈച്ച് പേഴ്സൺ ഫീൽ ദാറ്റ് പേഴ്സൺ ഇസ് സ്പെഷ്യൽ. ചിത്രനാഥ് മഹാരാജനുണ്ടായിരുന്നു ആ സ്വഭാവം. ആരെ കണ്ട അവർ സ്പെഷ്യലാണെന്ന് തോന്നിക്കാൻ അവരുടെ കഴിവ്. ഞാൻ പല പ്രാവശ്യം പലപ്പോഴും അവരുടെ അടുക്കലാണ് ഇരുന്നത്. പിന്നെ ഒരു 1-2 പ്രാവശ്യം ഡിന്നറിനൊക്കെ ഞങ്ങൾ ഒരേ ടേബിളിൽ തന്നെയായിരുന്നു ഷീ ആൻഡ് ഐ. ഒരുപാട് ഷീ ഈസ് വെരി ഓപ്പൺ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റിയ റിമാർക്കബിൾ ലേഡിയാണ്. റിമാർക്കബിൾ. ഹെർ മജസ്റ്റി വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ ഫ്രീ ആണ്. ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു ലഞ്ച് തന്നു. എൻ്റെ ഫ്രണ്ട് സരിത റോയും ഞാനും കെല്ലിയും ക്വീൻ മദറും അവരുടെ കൂടെ വരുന്ന 3 പേരും അവാർഡ് വാങ്ങിച്ച ഒരാളുണ്ട്. ഞങ്ങൾ ഇത്രയൊക്കെ പേരെ ഉണ്ടായത്. സ്പെഷ്യൽ ലഞ്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രൈവറ്റ് ലഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴും പിന്നെ വലിയ ഓണറാണ്. അപ്പോഴും പിന്നെ അല്ലാതെ പല പ്രാവശ്യം സംസാരിക്കാനുള്ള ഒരുപാട് സൗകര്യം ഉണ്ടായിരുന്നു. പേഴ്സണൽ കാര്യങ്ങളൊക്കെ അത് 3-ാമത്തെ ദിവസം രാത്രിയിൽ ക്വീൻ മദറാണ് ഹെർ ഡിന്നറാണ്. ക്വീൻ മദറിൻ്റെ ഒരു വലിയൊരു പാലസ് ഉണ്ട്, ഒരുപാട് ഗ്രൗണ്ട് കൊണ്ടിട്ട് മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അതിൻ്റെ അടുക്ക കൂടി ഒരു വലിയ നദി ഇങ്ങനെ കലകലാന്ന് ഒഴുകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട്, അതുപോലെ പലരുടെ കൈ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് കം വി വിൽ വാക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ ആ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഭൂട്ടാനിൽ ഇപ്പോഴും പോളിഗാമിയുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനൊരു 1-ൽ കൂടുതൽ ഭാര്യമാർ അവിടെ സാധാരണമാണ്, അതിലൊരു അസാധാരണമില്ല. പോളിയാൻഡ്രിയും ഉണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് കൂടുതൽ ഭർത്താക്കന്മാർ. അത് ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോളിഗമി ഉണ്ട്. അപ്പം ഈ 4th കിങ്, അത് ഇപ്പോഴത്തെ രാജാവിൻ്റെ അച്ഛൻ, അദ്ദേഹം രാജാവായിട്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിവാഹിതനായി. ഹെർ മജസ്റ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ട് താനും. 4 സ്ത്രീകളെ അപ്പം തന്നെ ആ ഒരു വിവാഹത്തിൽ 4 സ്ത്രീകളെ കല്യാണം കഴിച്ചു. 4 പേരും സഹോദരിമാരാണ്. അപ്പോൾ മൂത്ത ആളാണ് ഈ ക്വീൻ മദർ. മൂത്ത, പിന്നെ അനിയത്തിമാരാണ്. പക്ഷെ അവർ തമ്മിലുള്ള ഒരു സ്പർദ്ധയോ വിഷമമോ ഒന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ സ്വന്തമായിട്ടുള്ള പാലസുണ്ട്. ഒരേ വലിയ കോമ്പൗണ്ടിൽ തന്നെയാണ്, പക്ഷേ വാൾഡ് ഏരിയാസ്. കിങ്ങിന് സ്വന്തമായിട്ടൊരു മരം കൊണ്ടൊരു വുഡൻ ലോഗ് ക്യാബിൻ ഒന്നുണ്ട് കിങ്ങിന്. പിന്നെ ആദ്യത്തെ സീനിയർ മോസ്റ്റ് ക്വീനിൻ്റെ കൂടെയാണ് ഒരു 50% സമയവും ബാക്കിയുള്ളവരുമായിട്ട് ഡിവൈഡ് ചെയ്യും. പക്ഷെ അവരൊക്കെ ക്വീൻസാണ്, എല്ലാവരും ക്വീൻസാണ്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള അവർ അല്ലാത്ത സമയം പിന്നെ എല്ലാവരും ഒരു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും ഈ കുട്ടികളെ ഏത് സിസ്റ്ററുടെ കുട്ടിയാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ മദർ എന്നാണ് വിളിക്കുന്നത്, അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ വളരെ യുണൈറ്റഡ് ഫാമിലിയാണ്. മാത്രമല്ല രാജകുടുംബത്തിലെ ഒരുപാട് മെമ്പേഴ്സ്, അവർക്ക് വളരെയധികം ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റ് വളരെയധികം ഉണ്ട്. ക്വീൻ മദറിന് ഈ കോൺഫറൻസ് കഴിഞ്ഞ കൊല്ലം നടന്നപ്പോൾ ക്വീൻ മദറാണല്ലോ എപ്പോഴും പേഷ്യൻ്റ്. ഏതോ കാരണം കൊണ്ട് അറിയാമേ എന്താണെന്ന് അനിവാര്യമായിരുന്നു, വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ മകളുടെ മകനാണ്, അന്ന് കുട്ടിക്ക് 12 വയസ്സോ 14 വയസ്സോ ആയിട്ടുള്ളൂ. ഹീ സ്റ്റെപ്ഡ് ഇൻ. അവർക്കതൊക്കെ ദേ ആർ സോ ട്രെയിൻഡ്. അവർക്ക് അവിടെ പ്രശ്നമൊന്നുമില്ല നടത്താനായിട്ട്. പിന്നെ ആളുകളുടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനം, ആ ഒരു ഇൻ്റർലിങ്കിങ്. ഇപ്പം പ്രൈം മിനിസ്റ്ററൊക്കെ ഉണ്ടെങ്കിലും, പ്രൈം മിനിസ്റ്റർ ഉണ്ടതൊക്കെ ശരിയാണ്, പക്ഷേ ഇവരുടെ ആ ഒരു ഇമ്പാക്റ്റ് ശരിക്കും എൻ്റെ മനസ്സിൽ എനിക്കിപ്പോഴും തോന്നുന്നത്, എനിക്കറിഞ്ഞുകൂടാ, ആസ് എൻ ഔട്ട്സൈഡർ ആയിട്ട് അല്ലായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ ആസ് എൻ ഔട്ട്സൈഡർ എനിക്ക് തോന്നുന്നത് പ്രൈം മിനിസ്റ്റർ ഉണ്ടെങ്കിലും ശരിക്കും റൂളർ കിങ് തന്നെയാണ്. പ്രൈം മിനിസ്റ്റർ എക്സിക്യൂട്ട്സ് ഹിസ് ഓർഡേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ ചിലപ്പോൾ തെറ്റായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ഒരു എക്സാമ്പിൾ, ക്വീൻ മദർ വളരെ റിമാർക്കബിൾ ലേഡിയാണ്. ഒരു എക്സാമ്പിൾ,
എത്രയോ മൈൽ നടന്ന വണ്ടികൾ പോവില്ല. ഈ രാജ്ഞി ക്വീൻ മദർ 25 മൈൽ വരെ അവർ നടന്നിട്ടുണ്ട്. നടന്ന് ഓരോ ഗ്രാമത്തിലേക്കും, ഈ ഗ്രാമത്തിലേക്ക് എത്തണമെങ്കിലൊക്കെ നടന്ന് അവിടെ ഗ്രാമത്തിൽ പോയി ഗ്രാമത്തിലുള്ള ആരും ഒരാളുടെ വീട്ടിൽ, അവിടെ ഹോട്ടലൊന്നും ഇല്ലല്ലോ, കുടിലുകളാണ്. അപ്പോൾ ഒരു കുടിൽ താമസിച്ച് അവരെ ആഹാരം കഴിച്ച് അവരെ കാര്യങ്ങൾ നോക്കി അങ്ങനെ 25. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അവർക്ക് ഒരുപാട് ഈ വില്ലേജേഴ്സും വില്ലേജ് ക്രാഫ്റ്റ്സും ഒക്കെ പ്രോപ്പഗേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഒരുപാട് ട്രസ്റ്റോ ഒക്കെ ഉണ്ട് അവരെ പറ്റുന്ന. ഈ 4 പേർക്കും ഓരോന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇതിൻ്റെ ചാർജാണ്. ബട്ട് ഷീ ഈസ് വെരി 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 വിസിബിൾ ആണ്. മറ്റവരുമായിരിക്കാം, കണ്ടില്ല, വളരെ വിസിബിളാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരുപാട് അത്രയും പ്രജകളുമായിട്ട് അത്രയും ബന്ധം, ഇൻ്ററാക്ഷൻ പിന്നെ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ കുറച്ചു കാലം മുമ്പേ ഈ ഉൾഫ പ്രോബ്ലം വളരെ ഭൂട്ടാനിനെ വലിയൊരു പ്രശ്നമായിട്ട് മാറുകയായിരുന്നു, ഉൾഫാസുമായിട്ടുള്ള. അപ്പോൾ പലപ്പോഴും അവരുമായിട്ട് അവർ വിട്ട് തിരിച്ചു പോകണമെന്നൊക്കെ പല രീതിയിലും പറഞ്ഞു നോക്കിയിട്ട് അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇവരെ മിലിറ്ററി അയച്ച് ഒരു മിലിറ്ററി പട്ടാളത്തിൻ്റെ സഹായത്തോടുകൂടി ഇവരെ കീഴടക്കി ഇന്ത്യക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാട്ടിൽ കൂടെയാണ് പോകേണ്ടത്. വളരെ ആവൽക്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ പട്ടാളത്തിൻ്റെ മുമ്പിൽ ഏറ്റവും മുമ്പിൽ ആയുധധാരിയായിട്ട് ഏറ്റവും മുമ്പിൽ അവരെ ലീഡ് ചെയ്ത ജനറലല്ല, രാജാവ് തന്നെയാണ്. അദ്ദേഹം ഫോർത്ത് കിങ്, ഇപ്പോഴത്തെ കിങ്ങിൻ്റെ അച്ഛൻ, ഹിസ് മാജസ്റ്റി ജിഗ്മേ സിംഗ്മേ വാങ്ചുക്, അദ്ദേഹമാണ് ലീഡ് ചെയ്തത്. അപ്പോൾ മകൻ പറഞ്ഞു ഞാനും കൂടെ വരുന്നു, ഇപ്പോഴത്തെ കിങ് ഞാനും കൂടെ വരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റൂല, ഞാൻ തിരിച്ചു വരുന്നവരെ കൊട്ടാരത്തിന് വെളിയിൽ ഇറങ്ങരുത്, ഞാൻ തിരിച്ചു വരുന്നവരെ എന്തെങ്കിലും ഇദ്ദേഹത്തിന് പറ്റുകയാണെങ്കിൽ അടുത്ത ആളാണ്, അപ്പോൾ അദ്ദേഹത്തിന് കൂടെ എന്തെങ്കിലും പ്രശ്നം വരാൻ പാടില്ലല്ലോ. അങ്ങനെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും കൊണ്ടുപോയില്ല. ഇദ്ദേഹം തന്നെയാണ് ഏറ്റവും മുമ്പിൽ പോയി. 2003 ഓപ്പറേഷൻ ഓൾ ക്ലിയർ. അത് വെച്ചുകൊണ്ട് ഒരു ദിവസം മറ്റും ഉണ്ടായിരുന്നുള്ളൂ യുദ്ധം. അവരെ ഫ്ലഷ് ഔട്ട് ചെയ്തില്ല, അവരെ തോൽപ്പിച്ചു. 2 സൈഡിലും മരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെ കീഴടക്കി കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചു കൊടുക്കണമല്ലോ. മറ്റേ സൈഡിൽ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ ആർമി നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഓരോരുത്തരുടെ അടുക്കലും സംസാരിച്ചു, നിങ്ങളുടെയൊക്കെ എനിക്ക് ഒരു വിരോധവുമില്ല, പക്ഷേ എൻ്റെ നാടിനെ രക്ഷിക്കേണ്ടത് ആണ് എൻ്റെ ഏറ്റവും ഒരു മുൻഗണന, എനിക്ക് അത് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ തിരിച്ചയക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പ്രശ്നമാണ്. അവിടെ ഓരോരുത്തർക്കും ഉടുപ്പ്, പണം, പിന്നെ ആഹാര സാധനങ്ങൾ ഓരോരുത്തർക്കും അദ്ദേഹം തന്നെ കൊടുത്ത്, സ്വന്തം കൈകൊണ്ട് കൊടുത്ത് അവരെ അങ്ങോട്ടും ഇന്ത്യ ആർമിയിലേക്ക് ഏൽപ്പിക്കുക. ഏറ്റവും അത്ഭുതകരം, കലികാലത്തിൽ പോലും അത്ഭുതങ്ങൾക്ക് കുറവില്ല എന്ന ഒരു കാണിക്കത്തക്കവണ്ണൊരു സംഭവമാണ് ഈ ക്വീൻ മദറിൻ്റെ കൊച്ചുമകൻ. ക്വീൻ മദറിൻ്റെയും ഫോർത്ത് കിങ്ങിൻ്റെയും എത്ര കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. ഒരു മകള് പ്രിൻസസ്, 3 പേരോറ്റമാണെന്ന് തോന്നുന്നു. എന്തായാലും ആ പെർട്ടിക്കുലർ പ്രിൻസസ്സിന് 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ്. മൂത്തയാളിപ്പം ഹൈസ്കൂൾ ആളാണ് ക്വീനിന് വേണ്ടി പ്രിസൈഡ് ചെയ്യാൻ വന്നതൊക്കെ. അതെ. അപ്പോൾ ആ കുഞ്ഞ് ഇപ്പം ഹൈസ്കൂൾ കൊടുക്കാത്ത ഇതൊക്കെ ആയിക്കഴിഞ്ഞു, ഒരു 6 അടി കൂടുതൽ പൊക്കമൊക്കെയാണ്. പക്ഷേ ചാമിങ് പേഴ്സൺ, എന്തൊരു റിഫൈൻമെൻറ്റ്. അപ്പോൾ പ്രിൻസിനെ കണ്ടോ? ഞങ്ങൾ എത്രയോ പ്രാവശ്യം സംസാരിച്ചു, ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചു. കയ്യിലൊക്കെ പിടിച്ച് മുകളിലേക്ക് കയറ്റുകയൊക്കെ ചെയ്തു. കൊച്ചു 10-14, ബട്ട് വെരി വെരി ലവ്ലി. അപ്പോൾ 2 കുട്ടികളാണ്. രണ്ടാമത്തെ കുട്ടിയും ഇപ്പോൾ 13 വയസ്സായി. ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ രാജാവിൻ്റെ സഹോദരിയുടെ മകൻ. അതെ, സഹോദരിയുടെ മക്കളെ പറ്റിയാണ് മക്കളാണ്. അത് മൂത്ത മകനാണ് ഞാൻ മറ്റേ എടുത്തുന്നത്. രണ്ടാമത്തെ കുഞ്ഞ് ഇപ്പോൾ 13 വയസ്സായി. അപ്പോൾ അവർ തമ്മിൽ ഒരു പക്ഷേ 3 വയസ്സിൻ്റെ മറ്റു വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം. സാധാരണ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ കരയിക്കും, ശ്വാസമൊക്കെ ശരിയാവാൻ വേണ്ടി. ഈ കുഞ്ഞ് ജനിച്ച് വീണപ്പോൾ കുഞ്ഞ് ആദ്യം വാ തുറന്ന് കരയല്ല ചെയ്തത്, ഒരു സംസ്കൃതം വാചകം പറയുമായിരുന്നു. പെറ്റ വീണ കുഞ്ഞ്. ഇതൊരു അത്ഭുതമല്ലേ, സംസ്കൃതത്തിലൊരു വാചകം. ഇവരങ്ങ് ഞെട്ടിപ്പോയി, ഇതെന്താണിങ്ങനെ. പിന്നെ അതങ്ങനെ പോയി. പിന്നെ
കുറച്ച് മാസം പ്രായം ആയപ്പോൾ തൊട്ട് ഇവർ ഒരു വ്യത്യാസം കണ്ടു തുടങ്ങി. ഈ കുഞ്ഞ് സാധാരണ ഒരു കുഞ്ഞിനെ പോലെ അല്ല എന്നുള്ള. കാറിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം വരുമ്പോൾ ഈ കുഞ്ഞ് അപ്പോൾ സംസാരിക്കില്ല, വിരൽ കൊണ്ട് എന്നൊക്കെ ശബ്ദം, കൊച്ചു കുഞ്ഞിൻ്റെ ശബ്ദം ഇങ്ങനെ ആക്കി പോകാൻ സമ്മതിക്കില്ല, കൈ കൊണ്ട് ഇങ്ങനെ ആക്കി നിർത്തും. അവിടെ ഏതെങ്കിലും ഒരു ബുദ്ധമത വിഹാരമായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ഭൂട്ടാൻ റിലിജൻ ടിബറ്റൻ ബുദ്ധിസമാണ്. അവിടെ എത്രയോ സോങ്സ് ആണ് അവരുടെ മൊണസ്ട്രീസ്. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ചിലവിലാണ്. പിന്നെ ആരെങ്കിലും ഡൊണേഷൻ കൊടുത്താൽ, പക്ഷേ ഗവൺമെൻറ് ചിലവാണ് ഇതെല്ലാം. ചില മൊണസ്ട്രീസ് 10-100 മാർക്സ് കാണും, അത്രയും ഉണ്ട്. അപ്പോൾ എനിവേ എങ്ങനെ നിർത്തും? ഒരു 2-3 വയസ്സായപ്പോഴത്തേക്ക് ആ കുഞ്ഞ് കംപ്ലീറ്റ്ലി വേറെ ചെയ്ത് സംസാരിക്കാൻ, ബുദ്ധമതത്തിനെ പറ്റി പ്രവചനങ്ങൾ എന്നിട്ട് ആദ്യമായിട്ട് നളന്ദ 3 വയസ്സിൽ നളന്ദ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിൽ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ അവശിഷ്ടങ്ങളിലേക്ക് പോയി കാണാൻ വന്നു. അപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ട്, ഒരു ടൂറിസ്റ്റായിട്ട് വിനോദസഞ്ചാരിയായിട്ടല്ല വന്ന്, ഒരു തീർത്ഥാടകനായിട്ടാണ് വന്നത്. ഹി കെയിം നോട്ട് ആസ് എ ടൂറിസ്റ്റ് ബട്ട് ആസ് എ പിൽഗ്രിം എന്ന് പറഞ്ഞ് അവിടെ വന്ന് ഈ നളന്ദ യൂണിവേഴ്സിറ്റി കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു. ഈ കുഞ്ഞ് 3 വയസ്സായ കുഞ്ഞ് ഇങ്ങനെ കണ്ണുനീരൊഴുക്കുകയാണ്. എന്നിട്ട് ചോദിക്കണേ, എൻ്റെ യൂണിവേഴ്സിറ്റിയെ ഇവരെന്ത് ചെയ്തു? എൻ്റെ യൂണിവേഴ്സിറ്റിയെ വാട്ട് ഹാവ് ദേ ഡൺ ടു മൈ യൂണിവേഴ്സിറ്റി? ഇത് പല സ്ഥലങ്ങളും ആ കുഞ്ഞിനറിയാം. അതങ്ങനെ കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3-5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് പ്രഭാഷണങ്ങളാണ്, ബുദ്ധമത തത്വങ്ങൾ, ബുദ്ധമത ഫിലോസഫി. എന്നിട്ട് ഈ കുട്ടി സിംഗപ്പൂരിലും തായ്ലൻഡിലും ബാങ്കോക്ക്, അങ്ങനെ പല സ്ഥലങ്ങളിലും, മലേഷ്യ, പല സ്ഥലങ്ങളിൽ കുട്ടി പോയി പ്രഭാഷണങ്ങൾ. 5 വയസ്സായ കുഞ്ഞാണ്. അപ്പോൾ ഇവരൊക്കെ കൂടെ പോകും. ഈ ക്വീൻ മദർ എപ്പോഴും കൂടെ പോകും. ക്വീൻ മദർ പോയി ക്വീൻ മദർ തന്നെ പറഞ്ഞാണ്, നേരിട്ട് പറയാം. അത് എല്ലാം വീഡിയോ എടുത്തു. ആദ്യത്തെ എടുത്തിട്ടില്ല, ഈ സംസ്കൃതം പറയുമ്പോൾ ആരറിഞ്ഞു, അപ്പോൾ അതെടുത്തിട്ടില്ല. പക്ഷേ ബാക്കി ഒരു മാറ്റം വന്നപ്പോൾ തൊട്ട് ഇതെല്ലാം, അല്ലെങ്കിൽ ഒരു വിശ്വസനീയമാവില്ല. ഒരു ഇതൊക്കെ ചുമ്മാ പറയുകയാണ് കയ്യിൽ. ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെയാണല്ലോ, യുക്തിവാദികളും ഒക്കെ അവർ അങ്ങനെയൊക്കെ പറയുള്ളൂ. എന്നിട്ട് എനിക്ക് തോന്നി 7 വയസ്സിൽ ഡോക്ടറേറ്റ് കിട്ടി. അതൊരു ഇതാണ്, തായ്ലൻഡിന്റെ ഓണററി ഡോക്ടറേറ്റ്. അതെ, തായ്ലൻഡിൽ നിന്ന്, ഭൂട്ടാനിലെ അല്ല, തായ്ലൻഡിലെ തായ് യൂണിവേഴ്സിറ്റി 7 വയസ്സിൽ കിട്ടി ഡോക്ടറേറ്റ്. എന്നിട്ട് വെളിയിൽ പോയി പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഇംഗ്ലീഷിൽ പറയും. ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഭൂട്ടാനിൽ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഭൂട്ടാനീസ് ലാംഗ്വേജ്, പിന്നെ വേറെ ലാംഗ്വേജുകളും അറിയാൻ തോന്നുന്നു. ഐ തിങ്ക് ഹി മൾട്ടി ലിംഗ്വലാണെന്ന് തോന്നുന്നു. ആ കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ടിബറ്റിൽ പോയി ചൈനയുടെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് ടിബറ്റിൽ റിംപോച്ചി, അവിടുത്തെ റിംപോച്ചി താമസിച്ച മൊണസ്ട്രി പോകണമെന്ന് പറഞ്ഞു. റിംപോച്ചി നമുക്കറിയാമല്ലോ, ബുദ്ധമത ഈ ഹൈറാർക്കിയിൽ വളരെ വലിയ ഡെല്ലലാമയൊക്കെ പോലെ റിംപോച്ചി വലിയ ഇതാണല്ലോ. അപ്പോൾ അവിടെ പോയി റിംപോച്ചിയുടെ മൊണസ്ട്രി പോയി. അപ്പോൾ അവരത് തുറന്ന് അതിൻ്റെ നോക്കുന്ന ആളുകൾ പറഞ്ഞു, ഇവിടെയാണ് റിംപോച്ചി ഇരുന്ന സ്ഥലം, പഴയ റിംപോച്ചി ഇരുന്ന സ്ഥലം. ഉടനെ കുഞ്ഞ് പറയുകയാണ്, ഞാനിവിടെ അല്ലല്ലോ ഇരുന്ന്, ഇവിടെയല്ല, മുകളിലൊരു മുറിയുണ്ട്, അവിടെയാണ് ഞാനിരുന്നത്. ഇതിൻ്റെ അടുക്കലൊരു ഗുഹ പോലത്തെ ഒരു മുറിയുണ്ട്, അവിടെയാണ് അക്രമികളായ കൊച്ചു ലാമമാരെ കുറച്ച് നേരത്തേക്ക് പിടിച്ച് അവിടെയാണ് ശിക്ഷിച്ച്. നോട്ടി ലാമാസ് വേ പുട്ട് ദർ. അപ്പോൾ ഇവർ ഇത് തുറപ്പിക്കണമെന്ന് തുറന്ന് മുകളിൽ പോയപ്പോൾ ഒരു മുറിയുണ്ട്. ഇതാണ് എൻ്റെ മുറി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബെഞ്ചോ ഒരു കരിങ്കല്ലോ ഇതോ, അതിൻ്റെ മുകളിൽ ഇരുന്ന് ഒരുപാട് മെഡിറ്റേറ്റ് ചെയ്യും. അന്ന് തൊട്ട് ഒരുപാട് മെഡിറ്റേഷൻ ഉണ്ട് ഈ കുഞ്ഞിന്. ധ്യാനത്തിൽ മെഡിറ്റേറ്റ് കുറേ നേരം ഇരുന്നു. എന്നിട്ട് അവിടെ നിന്ന് എണീച്ച് പറഞ്ഞ് ഇവിടെ ഒരു ഗുഹയുണ്ട്, ഇതിൻ്റെ അടുക്ക് എനിക്ക് അവിടെ പോകണം. ഇതൊന്നും ആർക്കും അറിയാൻ വയ്യ, ഇവർക്കറിയാം. ഓഫ്കോഴ്സ് ടിബറ്റിൽ പെർമിഷൻ വാങ്ങിച്ച ആ ഗുഹയിൽ പോയി. ഞാൻ ഈ ഗുഹയിൽ നിന്ന് എത്രയോ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ധ്യാനിച്ചിട്ടുള്ളതാണ്. ഈ ഗുഹയിൽ ഓടി അകത്ത് കയറിയിരുന്ന് ആ രാത്രി മുഴുവനും ധ്യാനിച്ചു. മെഡിറ്റേഷനായിരുന്നു രാത്രി മുഴുവനും ആ ഗുഹയിലിരുന്ന്. അങ്ങനെ പല സ്ഥലത്തും ഞാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റീഇൻകാർണേഷൻ ആയിരിക്കും. അതെ, പഴയ റിംപോച്ചി പുനർജന്മം ആയിട്ട് വന്നിരിക്കുകയാണ്. അവർ ഭൂട്ടാൻ അത് സ്വീകരിച്ച്, ഹീസ് എ യങ്ങസ്റ്റ് റിംപോച്ചി എന്ന് വേണമെങ്കിൽ പറയാം. അത് വേറെ റിംപോച്ചി ഉണ്ടായിരുന്നോ ഈ പ്രായത്തിൽ പലതും കുഞ്ഞുങ്ങളായിട്ട് തന്നെ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു നിശ്ചയമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് അവരെല്ലാവരും റിംപോച്ചി എന്ന് തന്നെയാണ്. വൈരോചന റിംപോച്ചെ എന്ന് പറഞ്ഞാൽ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടു. വൈരോചന റിംപോച്ചെ
അപ്പോൾ ആ റിംപോച്ചെ അത് അദ്ദേഹത്തിന് കുടുംബം മാത്രമല്ല, കുടുംബത്തിന് ഇത്രയും ഒരു അനുഗ്രഹമായിട്ട് കുടുംബത്തിന് വിശ്വസിക്കാൻ നാട് മുഴുവനും അദ്ദേഹത്തിന് ആ രീതിയിൽ തന്നെ ഏറ്റവും വലിയ ഡലൈലാമയൊക്കെ പോലുള്ള ആദരവ് തന്നെയാണ് റിംപോച്ചയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ 13 വയസ്സായി. ഞാനവിടെ പോയിരുന്നപ്പോൾ ഇദ്ദേഹം ഒരു മലയുടെ മുകളിൽ 3 ദിവസം ധ്യാനിക്കാൻ പോയിരിക്കുകയാണ്. കാണാൻ പറ്റില്ല. അദ്ദേഹം താമസിക്കുന്നതൊക്കെ മൊണസ്ട്രിയിലാണ്. അല്ല, കൊട്ടാരത്തിലെ മൊണസ്ട്രി തന്നെയാണ് താമസിക്കുന്നത്. കുറച്ചു കാലം മുമ്പേ അദ്ദേഹം പറഞ്ഞു, ഉടുപ്പിന് വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം, എനിക്ക് ഉടുപ്പുകളൊന്നും ആവശ്യമില്ല, ബാക്കിയുള്ള ബുദ്ധമത സന്യാസിമാരിടുന്ന ഉടുപ്പ് തന്നെ മതി. കംപ്ലീറ്റ്ലി മോങ്കായും. പക്ഷെ വലിയൊരു അതിശയം തന്നെയാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അതാണ്. അപ്പോൾ പുനർജന്മമൊന്നും ഇല്ലയെന്ന് പറയുന്നവർക്ക് ഇതൊരു ഇതാണ്. നമ്മൾ ശുഖബ്രഹ്മർഷിയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ബ്രഹ്മജ്ഞാനിയായിരുന്ന. അതുപോലെ ഭൂട്ടാനിൽ ഒരുപാട് ബൗദ്ധമഠങ്ങൾ, ക്ഷേത്രങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, പുരാതനമായവ. അവിടെ പോകാൻ സമയം കിട്ടിയോ? അവിടെ എവിടെയെങ്കിലും പോവാം. ശരി, ഇതിൻ്റെ ഇടയ്ക്ക് വേണമല്ലോ പോകാനായിട്ട്. അപ്പം അവിടെ ഒരു സോങ് എന്നാണ് ഈ മൊണസ്ട്രീസിനെ പറയുന്നത്. ആ സോങ് 1600. അപ്പോൾ അതാണ് ഓൾഡസ്റ്റ് സോങ്. എല്ലാം കുറേ എലിവേറ്റഡാണ്. അവിടെ പോകുമ്പോൾ തന്നെ വേറൊരു ലോകമാണ്. അപ്പോൾ ഈ സോങ്സിൻ്റെ വെളിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാര്യം. അത് നമ്മളും കൂടെ ഒന്ന് നമ്മുടെ ആളുകൾ ശ്രദ്ധിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഭൂട്ടാനീസ് ആയിട്ടുള്ള ആളുകൾ അവിടെ വേർഷിപ്പ് ചെയ്യാൻ ആരാധനയ്ക്ക് വരുമ്പോൾ അവരുടെ നാഷണൽ ഡ്രസ്സ് തന്നെ ഇടണം. ഭൂട്ടാനീസ് ഡ്രസ്സ് ഇട്ടുകൊണ്ടേ വരാൻ പറ്റുള്ളൂ, വേറെ ഒരു ഡ്രസ്സിലും അവർ സമ്മതിക്കില്ല. ബാക്കി ടൂറിസ്റ്റ് ഉണ്ടല്ലോ, ടൂറിസ്റ്റായിട്ട് വരുന്നവർക്ക് ദേ മസ്റ്റ് ബി മര്യാദയ്ക്കുള്ള വേഷവിധാനത്തിലേ വരാവൂ. പല രീതിയിലും ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ ആളുകളൊക്കെ. അത് അങ്ങനെ പറ്റില്ല, മര്യാദയ്ക്കുള്ള ഇതിലാണ്. പിന്നെ അവിടെ 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കണം. പുറത്തുള്ള മറ്റവർക്ക് വേണ്ട. പക്ഷേ ഒരു വലിയ അതിനകത്ത് പോയാൽ തന്നെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, വളരെ വലിയൊരു എക്സ്പീരിയൻസാണ്. ഞാൻ 2 സോങ്ങിൽ പോയി. ഒന്ന് ഈ പഴയ സോങ്ങും, ഒന്ന് നമ്മുടെ ഈ ഫംഗ്ഷനൊക്കെ നടക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു സോങ്ങുണ്ട്. അവിടെ എല്ലാം കൊച്ചു പ്രായത്തിലുള്ള സന്യാസിമാർ തൊട്ട് വയസ്സായവരുണ്ട്. ചില സ്ഥലത്ത് നേരത്തെ പറഞ്ഞ പോലെ 100 പേരൊക്കെ ഉണ്ട് ചില സ്ഥലത്ത്. ഇതെല്ലാം മിക്കവാറും സ്റ്റേറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഹിന്ദു ടെമ്പിളുണ്ട്, അതൊരു ശിവക്ഷേത്രമാണ്. അതും ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതിൻ്റെ അടുത്തൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ തെക്കോട്ട് കുറച്ച് ഹിന്ദുസ് ഉണ്ടെന്ന് തോന്നുന്നു, കുറേ പേര് ഭൂട്ടാനിൽ. ഈ അമ്പലം കെട്ടിക്കുടിപ്പിച്ച് അമ്പലം കെട്ടിയതും രാജകുടുംബം തന്നെയാണ്. എത്രയോ മോണസ്ട്രീസ് റിസ്റ്റോർ ചെയ്തു, എത്രയോ ഒരുപാട് ബുദ്ധമതത്തിന് വേണ്ടി പുതിയ സ്ട്രക്ചേഴ്സും ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട്. അതെല്ലാം റോയൽ ഫാമിലി തന്നെ അതിൻ്റെ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്റ്റേറ്റ് ഫണ്ടിങ് ആണ് പിന്നെ. അപ്പോൾ അങ്ങനെ വളരെ. അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൽ ഏതോ ഒരു ശിവരാത്രിക്കാണോ അതോ ഏതിനാണെന്ന് എനിക്കറിയുമ്പോൾ രാജാവ് തന്നെ വരും. രാജാവ് അവിടെ വന്ന് അവിടെ ആരാധനയെല്ലാം നടത്തി അവിടെ വരുന്നവർക്കൊക്കെ ഒരു ടിക്ക അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ അദ്ദേഹം. അത് അവിടുത്തെ പൂജാരി പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും ഒരു ഭാഗ്യം, ഇത്രയും ഒരു ഭാഗ്യം അദ്ദേഹം തന്നെ വന്ന് നിന്ന് ചിലപ്പോൾ ഒരുപാട് നേരം കാണുമായിരിക്കും. അപ്പം അങ്ങനെ. പിന്നെ നമ്മുടെ മാരത്തെ ഒരു അമ്പലം രീതിയല്ല, ഒട്ടുമല്ല. കൂടുതൽ ആ ബുദ്ധിസ്റ്റ് സ്റ്റൈലിൽ തന്നെയാണ് അമ്പലം. പക്ഷേ ശിവനും ദേവിയും അതെല്ലാം ഉണ്ട്, സരസ്വതിയും ലക്ഷ്മി അതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു വേറൊരു അന്തരീക്ഷം. അതെ അതെ. തമ്പുരാട്ടി ക്വീൻ മദറിനെ ഇങ്ങനെ ആലിംഗനം ചെയ്യുന്നൊരു ഫോട്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ടല്ലോ, അത് ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഇടയിലോ മറ്റോ ആയിരുന്നു? അതെ, ആ പെർട്ടിക്കുലർ ഫോട്ടോ ഞാൻ അങ്ങോട്ട് കയറി ആലിംഗനം ചെയ്തതല്ല. അത് ഞാൻ പറയാം. ബട്ട് ഷീ സോ സ്വീറ്റ്, അത്ര ഒരു ചാമിങ് ആണ്. ക്വീൻ മദറിൻ്റെ ഡിന്നർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു അവിടെ നിന്ന് എന്തോന്ന് ഞങ്ങൾ പോകാനൊക്കെ സമയമായെന്ന് തോന്നുന്നു. അപ്പോൾ അവരെന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആ ഫോട്ടോ വന്നത്. പക്ഷേ ഒരുപാട് പേരൊക്കെ അങ്ങനെ ഒരു സ്നേഹം ഒഴുകുന്ന ഒരു വ്യക്തിപ്രഭാവം തന്നെയാണ് ക്വീൻ മദർ.